വാട്ട് ആൻ എൽ ക്ലാസിക്കോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ ആ ഒരു പഞ്ചിലെത്തിയിട്ടുള്ള ഒരു മത്സരം എന്ന് പറയേണ്ടി വരും ഈ ഒരു മത്സരത്തെ സംബന്ധിച്ച്. കാരണം FC ബാർസലോണ എന്ന് പറയുന്ന ടീം, ഹാൻസി ഫ്ലിക്ക് ആരാണ് എന്താണെന്ന് റിയൽ മാഡ്രിഡിന് വീണ്ടും കാണിച്ചു കൊടുത്തിരുന്ന ഒരവസ്ഥയാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ തേഴ്സ്ഡേ ബാർസലോണയെ കളിയാക്കി പരിഹസിച്ച് ട്രോളി ഓരോ മീമുകളൊക്കെ ഇറക്കി മൂഞ്ചിച്ചിട്ടുള്ള പല ആൾക്കാരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ പോലും വരുന്നില്ല എന്നുള്ളതാണ്. പലരും സ്റ്റോറിയും സ്റ്റാറ്റസും ഇടുന്നത് 15 UCL എന്ന് പറയുന്ന സംഭവം. ലേശം ഒരു ഉളുപ്പ് വേണ്ടേ? ഓക്കെ, അത് പോട്ടെ. ഈ സീസണിൽ എത്രാമത്തെ തവണയാണ് റിയൽ മാഡ്രിഡിനെ അടിച്ചോടിച്ചത് ബാർസലോണ? അതും കംബാക്കുകളുടെ കാര്യത്തിൽ ഒരു കാര്യത്തിലും വിട്ടുകൊടുക്കാതെ ബാർസലോണ എന്ന് വേണം പറയാൻ. ഈ മത്സരം എങ്ങനെയാണ് തുടങ്ങിയത്? ഈ മത്സരം എങ്ങനെയാണ് അവസാനിച്ചത്? തുടക്കത്തിലുണ്ടായിരുന്ന ബാർസ ആരാധകരുടെ നിരാശ മൊത്തം ഫസ്റ്റ് ഹാഫിൽ തന്നെ ബാർസലോണൻ്റെ കളിത്തോയന്മാർ ആ മൈതാനത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അടിച്ചു ഓടിച്ചു എന്ന് പറയുന്ന രീതിയിലാണ് റിയൽ മാഡ്രിഡിന് ഈ ഒരു അടി കിട്ടിയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ബാർസലോണയുടെ കളി കാണുമ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ചൊരു ഫുട്ബോൾ നമുക്ക് ആ ഒരു മൈതാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഈ ലാമീന യമാലും റഫീനയും ഫെറാൻ ടോറസും കുബാർസിയും അല്ലെങ്കിൽ പുറകിലുള്ള ബാൽഡയും സെസിനിയും മധ്യനിരയിലുള്ള ഡിജോങ്ങും പെഡ്രിയും ഓൾമോയും എന്ത് മനോഹരമായിട്ടാണ് പന്ത് തട്ടുന്നതെന്നറിയോ? വാട്ട് എ ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് വേണം പറയാൻ. റിയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എടുത്തു പറയാൻ എംബാപ്പൻ്റെ ഹാട്രിക് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് തന്നിട്ടുള്ളൊരു കളിക്കാരെന്ന് പറയുന്നത് മധ്യനിരയിലെ അവരുടെ ലൂക്ക മോഡ്രിച്ചാണ്. മോഡ്രിച്ചിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള മുന്നേറ്റമാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു പാസ്സാണ് എംബാപ്പയുടെ ഹാട്രിക്ക് തികക്കാനായിട്ട് സാധ്യത കൽപ്പിച്ചത് എന്നുള്ളതാണ്. ഒരു ബ്യൂട്ടിഫുൾ ഗെയിമാണ് കണ്ടിട്ടുള്ളത്. ബാർസലോണ വിജയിച്ചു, റിയൽ മാഡ്രിഡ് പരാജയപ്പെട്ടു. പക്ഷേ രണ്ട് ഭാഗത്തു നിന്നും നല്ല മനോഹരമായിട്ടുള്ളൊരു ഫുട്ബോൾ കാണാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു വൈബായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയേണ്ടത്, ആ എന്താ പറയുക, ഗാലറിയിൽ ട്രാവിസ് സ്കോട്ട്, അമേരിക്കൻ ഗായകൻ, അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ആഹ്ലാദ പ്രകടനം ഒരു ബാർസ ആരാധകൻ എന്നുള്ള നിലയിൽ പല ആൾക്കാർക്കും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അജാതി ത്രില്ലിനാണ് പുള്ളിയൊക്കെ ചാടി കളിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ ലാമിന യമാലിനെ സംബന്ധിച്ചിടത്തോളം എൽ ക്ലാസിക്കോയിൽ തന്നെ 4 ഗെയിമിൽ നിന്ന് ഏകദേശം 3 ഗോളുകളും 2 അസിസ്റ്റും. 3 ഗോളുകൾ 2 അസിസ്റ്റ് 4 ഗെയിം എൽ ക്ലാസിക്കോ. അതായത് റിയൽ മാഡ്രിഡിനെതിരെയായിട്ടുള്ള മത്സരങ്ങളിൽ മാത്രമാണ്. ഈ ഒരു വിജയത്തോടു കൂടി തന്നെ 82 പോയിൻറ്റോട് കൂടി ലാലിഗയുടെ ടേബിൾ ടോപ്പേഴ്സാണ് ബാർസലോണ എന്ന് പറയുന്ന ക്ലബ്ബ്. ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത 2 പേരാണ് ഈ പെഡ്രി ഡിജോങ് എന്ന് പറയുന്ന ആ ഒരു സഖ്യം. മധ്യനിരയിൽ ഇന്ന് ബാർസലോണയുടെ കളി നിയന്ത്രിക്കുന്നത്, അവരുടെ കളിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്, ഹാൻസി ഫ്ലിക്കിൻ്റെ വജ്രായുധങ്ങൾ എന്ന് പറയുന്നത് ഈ 2 താരങ്ങളാണ്. ഒരിക്കലും ബാർസലോണ ആരാധകർക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത താരം. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഡിഫൻസ് നിരയിലേക്ക് പന്ത് പോകണോ അവിടെ 2 പ്ലേയേഴ്സ് ഉണ്ട്, അറ്റാക്കിങ്ങിലേക്ക് പന്ത് പോകണോ അവിടെയും 2 പ്ലേയേഴ്സ് ഉണ്ട്. ലാമിന യമാൽ ഗോൾ നേടുന്നു, റഫീന ഗോൾ നേടുന്നു, ഫെറാൻ ടോറസ് അസിസ്റ്റ് കൊടുക്കുന്നു. ബട്ട് സ്റ്റിൽ എല്ലാത്തിൻ്റെയും എൻജിൻസ് ഈ 2 പ്ലേയേഴ്സാണ് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരം, വളരെ നല്ല കൂളായിട്ട് നല്ല ത്രില്ലടിച്ച് കണ്ടിട്ടുള്ളൊരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫെറാൻ ടോറസിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ 3 ചാൻസ് ക്രിയേറ്റിംഗ് ആണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അതിൽ 2 ബിഗ് ചാൻസ് ക്രിയേറ്റ് ആണ്, ഒരു സക്സസ്ഫുൾ ഡ്രിബ്ലിങ്, 4 ഡ്യുവൽസ് വിന്ന്. വാട്ട് എ പ്ലെയർ! അവസാന നിമിഷത്തിലേക്ക് കയറുമ്പോൾ ഗാലറി മൊത്തം ഒന്ന് ആഹ്ലാദ പ്രകടനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ വാഴ്ത്തപ്പെടുന്നുണ്ട്. ഫ്ലിക്കിൻ്റെ തന്ത്രം എന്ന് പറയേണ്ടത് അത്രക്കും ടോപ്പായിട്ടാണ് ഈ ഒരു മത്സരത്തിലും അദ്ദേഹം പയറ്റിയിട്ടുള്ളത്. ഒരു പക്ഷേ ഫെർമിൻ ലോപ്പസിനെ ഇറക്കി ആ ഒരു ഗോൾ കൂടെ അണ്ണാക്കിൽ അടിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് റയൽ മാഡ്രിഡ് ആ മൈതാനത്ത് നിന്ന് മടങ്ങുന്നത് 5 ഗോൾ ഏറ്റുവാങ്ങിയിട്ടായിരിക്കും. മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ 15 UCLൻ്റെ വീരഗാഥ പറയുന്നതിന് മുമ്പ് ഇനി ബാർസലോണയോട് ഒന്ന് വിജയിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത്തവണയും ഏതായാലും ഫ്ലിക്കും പിള്ളേരും റിയൽ മാഡ്രിഡിനെ നിലംപരിശാക്കിയിട്ടാണ് ബാർസലോണ ഒരു വിജയം കൊയ്തിട്ടുള്ളത്.